അല്പസമയം ഇടവേള. ഒരുത്തനെയും വെറുതെ വിടരുത്. അതേത് നാടകോടി ഒരുത്തനെയും വെറുതെ വിടരുതെന്ന്? അയ്യോ, ഇത് നമ്മുടെ നാടകത്തിന്റെ പേരല്ല. പിന്നെ ഈ നാടകം ചെയ്ത് നമ്മൾ ഒരുത്തനെയും വെറുതെ വിടരുന്ന ആ അമ്പല കമ്മിറ്റിക്കാര് പറയുന്നത്. കമ്മിറ്റിക്കാരുടെ ശ്രദ്ധയ്ക്ക് എല്ലാത്തിന്റെയും കാല് തല്ലി ഓടിക്കണം. അയ്യോ അയ്യോ, കയ്യോ കയ്യോ എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു കാര്യവും ഇല്ല. എന്റെ ദൈവമേ, ഏത് കഷ്ടകാലത്തിനാണോ എനിക്ക് നിങ്ങളുടെ ഈ നാടക ട്രൂപ്പിൽ വരാൻ തോന്നിയത്. എവിടെ ചെന്ന് നാടകം അവതരിപ്പിച്ചാലും ഉയരം കൊണ്ട് ഓടാനാണല്ലോ ദൈവമേ എന്റെ വിധി. ഞാൻ നിന്നോട് എന്താ തെറ്റാ ചെയ്തേ? നീ എന്നോട് പിന്നെ എന്തിനാ ഇങ്ങനെ കാട്ടുന്നേ? വേദി ഒന്നിൽ മോണോ ആക്ട് ആരംഭിച്ചിരിക്കുന്നു. ചെസ് നമ്പർ 00 വട്ടപൂജ്യം. നിന്റെ മോണാക്ടിന്റെ മാർക്ക് പറഞ്ഞതാ വട്ടപൂജ്യം. ആ കൊച്ചുണ്ണിയെ കൈ കിട്ടിയാൽ അവന്റെ 2 കാലിലെ എല്ലും തല്ലി ഓടിക്കണം. അവരുടെ കാലിൽ എല്ലൊടിക്കാൻ വരട്ടെ, അവരൊന്ന് പുളിക്കും. നിങ്ങൾക്കിത് ഒരു പേടിയില്ലേ? ഇല്ല. അവിടെ ധൈര്യം ഞാൻ സമ്മതിച്ചു കേട്ടാ. എടി, അവരെന്റെ എല്ലൊടിക്കും എങ്ങനെ ഒടിക്കും? എന്റെ 2 കാലിൽ കമ്പിട്ടിരിക്കുമല്ലേ? ാണല്ലേ ചുമ്മാ അല്ല, നിങ്ങൾ നാടകത്തിന് മൈക്ക് കുടിക്കുമ്പോ നിങ്ങളെ കറണ്ട് അടിക്കണം. എനിക്കു കപ്പം തരാമെന്നു പറഞ്ഞ ഏലവും കുരുമുളകും ഇങ്ങടുക്ക. ഇവിടെ വെച്ചേക്കണം നിനക്ക് തരാൻ. എനിക്കത് സ്റ്റേജിലോ പറയാൻ പറ്റിയില്ല, ഞാൻ ഇവിടെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ. ഈ നാടകം പൊളിഞ്ഞ് എങ്ങനെയെന്നറിയോ? ഇല്ല. ഇവൻ ഒറ്റൊരുത്തൻ കാരനാണ് ഇത് പൊളിഞ്ഞത്. ഞാൻ എന്ത് നാടകം വിളിച്ചെന്ന് പറയണേ? ഇവന്റെ ഒരു ഡയലോഗ് ഉണ്ട്, എനിക്കു തരാനുള്ള കപ്പം എവിടെ എന്ന ഡയലോഗ്. ഇവൻ എന്താ പറഞ്ഞെന്നറിയോ? എനിക്ക് തിന്നാനുള്ള അപ്പം താന്ന്. നാടകവും പൊളിഞ്ഞു. അല്ല, നമ്മുടെ സെറ്റ് വർക്ക് ചെയ്യണ ഷിബു ഇതവിടെ പോയി കിടക്കണ്. അയ്യോ, അറിഞ്ഞില്ലേ? അവൻ സ്റ്റേജില്. അവൻ ഇപ്പോഴും അവിടെ പെർഫോം ചെയ്യണ. അതല്ലെന്ന് ക്രിട്ടിക്കൽ സ്റ്റേജില് ആ കമ്മിറ്റിക്കാരുടെ അടിയുണ്ട്. കമ്മിറ്റിക്കാർ വെടിക്കെട്ട് തുടങ്ങി. അപ്പൊ ഉത്സവം തീരാറായി. ഇനി നമുക്ക് ഒരു പ്രശ്നവുമില്ല. അയ്യോ, ഇത് കമ്മിറ്റിക്കാര് വെടിവെട്ടിക്കണല്ല, പിന്നെ നമ്മളെ കിട്ടാത്തതിന്റെ ദേഷ്യത്തിന് ആ പട്ടാളക്കാരൻ പ്രസിഡന്റ് ചുറ്റുപാടും വെടിവെക്കണയാണ്. അയ്യോ ആ കമ്മിറ്റിക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. വേഗം വിളിക്കാം. ആ നാടകക്കാര് ഇവിടെ എവിടെ പോയി കാണുമായിരിക്കും. അവന്മാർ ഈ വഴിയായിരിക്കും ഓടിയിട്ടുണ്ടാവുക. ആ മെക്കാള സാഹിബിനെ പിടിച്ചെടുത്താലേ 15,000 രൂപ തരുന്നാണ് നമ്മുടെ കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നേ. മക്കളെ, അവന്മാര് പറഞ്ഞത് കേട്ടാ, മക്കളെ പിടിച്ചുകൊടുത്താ 15,000 രൂപ കിട്ടും. ആ കായംകുളം കൊച്ചുണ്ണിയെ പിടിച്ചെടുത്താലേ വേറെ 3,000 രൂപ കിട്ടത്തുള്ളൂ. സന്തോഷായില്ലേ? എന്തിന്? മക്കളെക്കാട്ടിലും മാർക്കറ്റ് ഇപ്പൊ ആശാന. ഇവന്മാരെ അറിയാൻ വയ്യാത്ത പണിക്ക് എന്തിനാണോ പോന്നെ? വെറുതെ നാട്ടുകാരുടെ അടി വാങ്ങിച്ചു കൂട്ടാൻ. ഇനി നമുക്ക് ഇവിടെ തെരഞ്ഞത് മതി. ഇനി നമുക്ക് അവിടെ പോയി തരാം. നീ വേം വാ. എന്നാ ഞാൻ അവന്മാരെ പിടിക്കാം. നിർത്തറ നിന്റെ ഈ കൊലച്ചിരി. ഇത്രയും നാൾ നാടകത്തിൽ ഈ മെക്കാള ഈ കൊച്ചുണ്ണിയുടെ തല എടുക്കാൻ നടന്ന്, ഇപ്പൊ മെക്കാളയുടെ തല നാട്ടുകാരെടുക്കാൻ നടക്കുന്നത്. കാലം പോയൊരു പോക്കെ. എല്ലാടെ മെക്കാള സായിപ്പേ. എന്നെ മെക്കാള സായിപ്പൊന്നും വിളിക്കരുത്. എനിക്ക് നല്ലൊരു പേരുണ്ട്, പ്രഭു. എന്നിട്ട് എന്തിനാ നിങ്ങൾ ആ നല്ല പേരെടുത്ത് മാറ്റാനായിട്ടിരിക്കുന്നേ? എനിക്ക് സ്വന്തമായിട്ടൊരു കക്കൂസില്ല. അപ്പൊ ഈ പേര് നിങ്ങൾ കക്കൂസിനിടാൻ പോവാ? അപ്പൊ എങ്ങനെ? ഞാൻ വല്ലവന്റെ പറമ്പിൽ പോവും. പഞ്ചായത്ത് വെച്ചിട്ട് കക്കൂസായിട്ടിരുന്നേ. എന്റെ വീട്ടുപേരെന്ത്? കൊട്ടാരത്തിൽ. എന്റെ പേരെന്ത്? പ്രഭു. കൊട്ടാരത്തിൽ പ്രഭുവിനെ എന്തിനാ കക്കൂസ് എന്ന്? അയ്യോ പാവല്ലേ. നിങ്ങളപ്പോ എന്താണ് പേരിട്ടെന്നാ ഞാൻ ഈ ചോദിക്കുന്നേ? വല്ലവന്റെ പറമ്പിലെ പാവപ്പെട്ടവൻ നാക്കി. കറക്റ്റ് പേര്. എന്താ അങ്ങനെ പറഞ്ഞത്? ഇങ്ങേറെ നാടകമല്ലേ? സാധാരണ എപ്പോഴും നാടകം കളിച്ചിട്ട് വല്ലോന്റെ പറമ്പിൽ തന്നെയല്ലേ ഓടിച്ചെന്ന് നിക്കുന്നത്. എടിയെ നാടകത്തിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ. നാടകാഭിനയം എന്ന് പറയുന്നത് ഒരു ഹാർട്ട് ഓപ്പറേഷൻ ആണ്. അപ്പൊ എന്റെ അഭിനയോ? നിന്റെ അഭിനയം ഹാർട്ട് അറ്റാക്ക്. എന്റെ അഭിനയത്തിന് എന്താണ് ഇത്ര കുഴപ്പം? ഞാൻ അഭിനയിക്കുന്ന പോലെ നിങ്ങൾ ഇവിടെ ഒന്ന് അഭിനയിച്ച് കാണിച്ചേ. എടി, ഒരു കോഴിമുട്ട ചീഞ്ഞതാണോ നല്ലതാണോ എന്നറിയാൻ അതൊന്ന് രുചിച്ചു നോക്കിയാ മതി. പക്ഷെ അത് ഇടണോന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി പാടാ. ഡയലോഗ് കുറെ അറിയോ? സ്റ്റേജ് എന്ന് പറഞ്ഞ എന്റെ ചോര. അപ്പൊ മൈക്ക് സെറ്റ് എന്റെ കറിയാ. ഒരു ഫോൺ വിളിക്കുന്നു. ഹലോ, അങ്ങനെ തന്നെ ചെയ്താ മതിയെന്നേ. ഓക്കെ.
ഓക്കെ ഞാൻ വിളിക്കാം. ആരാടാ വിളിച്ചത്? ഞാൻ പുതിയൊരു ട്രൂപ്പിന് ഒരു പുതിയ നാടകം എഴുതി കൊടുക്കുന്നുണ്ട്. അവരാ വിളിച്ചത്. എന്താ നാടകത്തിന്റെ പേര്? നാടകത്തിന്റെ പേര് തിരിച്ചു വരില്ല. അശ്ശേ, ഇങ്ങനൊക്കെയാണോ നാടകത്തിന് പേരിടുന്നേ? തിരിച്ചു വരും എന്നല്ലേ ഇടണ്ടേ? ആ, ഇവൻ എഴുതിയ നാടകമല്ലേ, അതാവുമ്പോ നാടകം കഴിയുമ്പോ ആരും തിരിച്ചു വരില്ല. അങ്ങനെയൊന്നും എന്നെ കളിയാക്കണ്ട. ഈ വർഷത്തെ കല്ലുമൂട് ബാബുര നാടകം ഞാൻ എഴുതിയത്. ദേ, കല്ലുമൂട് ബാബുന്റെ കാര്യം ഇവിടെ പറയല്ലേ. അവന്റെ കൂടെ ഒരു വർഷത്തോളം ഞാൻ അവന്റെ ട്രൂപ്പിനകത്ത് ഉണ്ടായിരുന്നതാ. ഒരു വർഷത്തോളം ട്രൂപ്പിലുണ്ടായിട്ട് ഒരു നാടകയിലും കളിച്ചാടി. പിന്നെ 24 മണിക്കൂർ അവന്റെ പുറകിനായിരുന്നു. ഓ, പിന്നെ ആൽത്തറ ചെന്ന് 101 തേങ്ങ അടിച്ചിട്ടാ ആ ശല്യം ഒന്ന് ഒഴിഞ്ഞു കിട്ടിയത്. എടി മണ്ടി, ആ 101 തേങ്ങന്ന് ഒരു തേങ്ങ എടുത്തവന്റെ നെറ്റിക്ക് അടിച്ചിരുന്നെങ്കിൽ ആ ശല്യം എപ്പോഴേ ഒഴിഞ്ഞു കിട്ടിയേനെ. ആ നാട്ടുകാർ വീണ്ടും വരുന്നുണ്ടെന്ന് തോന്നുന്നു. വേഗം പോയി ഒളിച്ചോ. ഇവിടെ ആരും കാണാനില്ലല്ലോ. എങ്ങനെ കമ്മിറ്റിക്കാരത്ത് പോയിട്ട് 10,000 രൂപ മേടിക്കും? അവന്മാര് ഏത് വള്ളത്തിൽ പോയി ഒളിച്ചാൽ അവന്മാരെ പുറത്ത് ചാടിക്ക് എന്റെ ഒരു ഐഡിയ ഉണ്ട്. ഇനി എന്റെ കൂടെ വാ. പ്രിയരി, നാടകം ആരംഭിക്കുന്നു. ആ കൊച്ചിന് ഇങ്ങോട്ടൊന്ന് വന്നാണ്. അയ്യോ, നീ എന്താണ് വിചാരിച്ച് ഞങ്ങൾ നിങ്ങളെ പിടിക്കത്തില്ലാന്ന്? നിന്റെ സായിപ്പിനെ വിളിയടാ. അമ്മേ, അവരെനിക്ക് അറിയില്ല. നീ സായിപ്പിനെ എന്ത് ഡയലോഗ് വിളിക്കുമ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? ഇപ്പൊ ആ ഡയലോഗ് ഇങ്ങോട്ട് പറയടാ. ഓക്കെ, പറയാ. ഇനി എന്റെ കൂടെ വാ. എടാ മെക്കാന സായിപ്പേ, ഞാൻ ആരാ നിനക്കറിയോ? കായംകുളം കൊച്ചുണ്ണി. ഞാൻ നിനക്ക് കപ്പൽ തരില്ല. മിസ്റ്റർ കൊച്ചുണ്ണി, എനിക്ക് തരാനുള്ള കപ്പം തരൂ. നിനക്ക് ഞാൻ തന്നാ മതിയാടാ കപ്പം. അയ്യോ, ഇനി വേഗം തമ്പുരാട്ടിനെ വിളിക്കടാ. അയ്യോ, അവൾ എവിടെയാണ് നമുക്കറിയില്ലല്ലോടാ. അയ്യോ, പറയാം. അവര് വരുന്നെങ്കിൽ ഒരു സോങ് ഇടണം. എടാ രമേശേ, ഒരു സോങ് തരാം. ഇനി നമുക്ക് പോയി വിളിക്കാം. ഞാൻ കാണിച്ചെന്നാ മതിയോ? നിങ്ങളെ കമ്മിറ്റിക്കാരത്ത് കൊണ്ടുപോയിട്ട് 15,000 രൂപ ഞങ്ങൾ എണ്ണി വാങ്ങിക്കും. ഇവന്മാരെയൊക്കെ പിടിച്ച് കെട്ടറാ. നമുക്ക് കമ്മിറ്റിക്കാർക്ക് കൊണ്ട് കൊടുക്കാനുള്ള. കമ്മിറ്റിക്കാരൻ ഞങ്ങൾക്ക് പൈസ തരും. കല്ല് എല്ലാത്തിനെയും നിർത്തി. ഒരു മിനിറ്റ്. എന്തിനാണ് നിനക്ക് 1 മിനിറ്റ്? നാടകത്തിന് അല്പസമയം ഇടവേള. ഇനി ഇടിച്ചോ. അയ്യോ.